ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമുക്ക് അല്പം ഭാഗവതം 10 മിനിറ്റ് വായിച്ചിടുന്നുണ്ടല്ലോ. അത് ഭഗവാൻ ശ്രീ പരമേശ്വരനും പാർവതീദേവിയുടെ പിതാവായ ദക്ഷനും തമ്മിലുണ്ടായ വിരോധസ്ഥിതിയും ദക്ഷയാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ദക്ഷൻ യാഗം ഉത്സവം നടത്തുമ്പോൾ ദേവിക്ക് പോകണം. ഭഗവാൻ പറഞ്ഞു, അവരെ ക്ഷണിച്ചില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചു. ഇവരെ ക്ഷണിക്കാത്തതുകൊണ്ട് എങ്ങനെയോ അറിഞ്ഞു സതീദേവി ഇങ്ങനെ അച്ഛൻ വലിയ ഉത്സവം നടത്തുന്നു, യാഗം. അങ്ങനെ പോകാൻ ഭഗവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വരുന്ന ഭവിഷ്യത്തുകളെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് കേൾക്കാതെ പോകുമ്പോഴുള്ള അവസ്ഥകൾ നമ്മളൊക്കെ വായിക്കാം. നമ്മൾ ബന്ധുത്വം ഓർത്തങ്ങനെ ചെന്ന് അകപ്പെട്ടാൽ എന്താ ബന്ധുത്വം? അച്ഛനും അമ്മയൊക്കെയാണ്, സഹോദരങ്ങളാണ് എന്നും പറഞ്ഞ് നമ്മൾ ചെല്ലും. പക്ഷെ അവർക്ക് വാത്സല്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ശത്രുവല്ലേ? അത് ഭഗവാൻ അറിയാം, അതുകൊണ്ടാണ് പോകണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ ദേവിക്ക് അമ്മയും സഹോദരങ്ങളെയൊക്കെ കാണണം. അതുകൊണ്ട് ബന്ധുത്വമുണ്ട് ശത്രുത്വത്തിലും. ഒരു ശത്രുവായാലും ഒരു ബന്ധുത്വം അവരുടെ ഉള്ളത്തിൽ കാണും. അവരാണ് യഥാർത്ഥമായ ബന്ധു. കാരണം അല്പസമയം ഒരു വിരോധം വെറുതെ പുറമേ കാണും, അവരുടെ ഉള്ളം പരിശുദ്ധമായിരിക്കും. അങ്ങനെ ഉള്ളവരാണ് വാത്സല്യം ഉണ്ടാകുന്നത്. ഇവർക്ക് അങ്ങനെ ഇല്ല. ഈ ദക്ഷന് നേരെ തിരിച്ചാണ്. യാതൊരു സ്നേഹവും ഭഗവാനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് സതീടുത്ത് ഭയങ്കര സ്നേഹമാണ് മകളോട്. പക്ഷേ ഭഗവാനോട് ചേർന്ന് ഭർത്താവായി നിൽക്കുന്ന പരമേശ്വരന് വിരോധം ഉള്ളത് കൊണ്ട് സതീദേവിയെ ഇഷ്ടമല്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ബന്ധുത്വമുണ്ട് ശത്രുത്വത്തിലും. നല്ല ബന്ധു ശത്രുക്കളാകുന്നതും അപ്പം നല്ല ബന്ധുക്കളും വളരെ ശത്രുക്കളാകുന്നത്. ഇതിപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മാതാപിതാക്കളാണ്, പക്ഷേ ഈ പിതാവിന് അത്രത്തോളം ശിവനോടുള്ള പരമശിവനോടുള്ള ദേഷ്യം അത്രമാത്രം മകളോട് കാണിക്കും. അതുകൊണ്ട് ബന്ധുത്വം ഓർത്തങ്ങ് നാം ചെന്ന് അകപ്പെട്ടാലോ ബന്ധുത്വം ആചരിച്ചിടുകയില്ലടോ. അവർ നമ്മളോട് സ്നേഹം കാണിക്കത്തില്ല, ബഹുമാനിക്കത്തില്ല. ബന്ധിച്ച് ധിക്കരിച്ചിടുകയും ചെയ്യും. നമ്മളെ ധിക്കരിച്ച് പുറം തള്ളും. ഒരു നോട്ടം കൊണ്ട് നമ്മളെ നാണിപ്പിക്കും. അതുകൊണ്ട് ബന്ധമില്ല. അപ്പോൾ അവിടെ നിന്നിടുവാൻ അപ്പം നമുക്ക് തോന്നും, വരണ്ടിയില്ലായിരുന്നു, അയ്യോ ഇത്രമാത്രം നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മളെ മുഖം തിരിച്ച് നമ്മളെ അത്രമാത്രം ധിക്കരിച്ച് അവർ ചെയ്യുമ്പോൾ നമുക്കിവിടെ വരണ്ടായിരുന്നു തോന്നിപ്പോകും. അപ്പോഴെന്ത് വരും? സഞ്ചരിച്ചിങ്ങ് തിരിഞ്ഞു പോരും. അപ്പം നമ്മളെന്തായാലും തിരിഞ്ഞിങ്ങോട്ട് പോരും. സന്താപ കാരണമായി വരത്തില്ലേ അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും ദുഃഖമാകത്തില്ല. ഇപ്പം നമ്മളെ വിളിച്ചില്ല, പോയില്ല എന്നേ ഉള്ളൂ. എന്നാൽ ചെന്നിട്ട് നമ്മളെ പുറന്തള്ളിയാലോ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് വല്ലഭേ, അതിന് സന്താപം ദുഃഖത്തിന് കാരണമാകും. ചിന്തിക്കുക വല്ലാതെ അധികൃതിയെങ്കിൽ മറ്റേ അന്തർമനസ്സിൽ മുഴുക്കും അമർഷവും. നമ്മൾ ചിന്തിച്ച് വല്ലാതെ ഇത് ധിക്കരിക്കുകയാണെങ്കിലോ മനസ്സിലെന്താ അമർഷം ഉണ്ടാവും. ഇരുകൂട്ടർക്കും ഇപ്പം എന്നോടിത് കാണിച്ചെന്നും പറഞ്ഞും പരമശിവനും പാർവതിക്കും അമർഷം ഉണ്ടാകുമ്പോൾ പിന്നെ എന്തായി വരും? അവിടെ ഏറ്റവും അമർഷം മുഴുത്ത് വരുമ്പോഴെന്ത് ഏറ്റുപോകും. അവിടെ യുദ്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പം അത് നമുക്ക് വായിക്കാം. അപ്പം ബന്ധുത്വം മറന്നിട്ട് അവിടെ തങ്ങളെ പോര് വീഴും. അതാണ് ഏറ്റുപോകും, ബന്ധുത്വം മറന്നിട്ട്. അപ്പോൾ എന്താ? അങ്ങനെ ചീറ്റൻ തിരണ്ടുടൻ ഏറ്റു നിൽക്കുന്നവർ തോറ്റിയിടരുതെന്ന് ഒരുമ്പെടും ഏവരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തോക്കില്ല. പരമശിവൻ വിചാരിക്കുക എനിക്കും തോക്കാൻ പാടില്ല, ദക്ഷൻ വിചാരിക്കുക എനിക്കും തോക്കാൻ പറ്റത്തില്ല. രണ്ടും അപ്പോൾ എന്ത് വരും? അപ്പോൾ അവിടെ ബന്ധുക്കളായുള്ളവരല്ലേ, സത്യത്തിൽ ഒരു ബന്ധുക്കളല്ലേ. അതുകൊണ്ട് ശില്പമാക്കിയിടുവാനുള്ളവരല്ലടോ. ഇങ്ങനെ വഴക്കുണ്ടാക്കി അവരെ അങ്ങോട്ട് ഇങ്ങോട്ട് നശിപ്പിച്ച് ശില്പമാക്കാതെ അവരെ ജീവനില്ലാതെ അവരെ വധിക്കാനുള്ളതല്ല നമുക്ക് ആവശ്യം. നമ്മൾ അല്പം ക്ഷമിച്ച് ഇരിക്കുക, നമുക്ക് കാണണ്ട, പോകണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇത്രയും അങ്ങോട്ട് നീണ്ടു പോകുന്ന ഒരു ദുഃഖത്തിന് ഇടവരുന്ന രീതിയിൽ നമുക്ക് പോകണമോ? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. നമുക്ക് വായിക്കാം. ബന്ധമില്ലപ്പോൾ അവിടെ നിന്നിടുവാൻ സന്ധ്യജിച്ച് ഇങ്ങ് തിരിഞ്ഞു പോരുന്നതും സന്താപകാരണമായി വരും വല്ലഭേ. ചിന്തിക്കാവല്ലാതെ അധികൃതിയെങ്കിൽ മറ്റന്തർമനസ്സി മുഴുക്കും അമർഷവും. അമർഷം മുഴുത്ത് വരുമ്പോഴത് ഏറ്റുപോവും ബന്ധുത്വവും മറന്നഞ്ചസ. നമ്മൾ ബന്ധുത്വം മറന്നങ്ങ് വഴക്കുണ്ടാക്കും, അടികൂടും. ചീറ്റൻ തിരണ്ടുടൻ ഏറ്റു നിൽക്കുന്നവർ തോറ്റിയിടരുതെന്നൊരുമ്പെടും ഏവരും. അപ്പുറത്ത് രണ്ടുപേരും വാദിയും പ്രതിയും ആർക്കും തോക്കാൻ മനസ്സില്ല. രണ്ടുപേരും മുമ്പോട്ട് പോയാൽ എന്തുവരും? അപ്പോൾ അവിടെ ബന്ധുക്കളായുള്ളവർ ശില്പമാക്കിയിടുവാനുള്ളവരല്ലടോ. അതുകൊണ്ട് സഹോദരങ്ങളായാലും അമ്മ പിതാവൊക്കെ ബന്ധുക്കളല്ലേ. നമുക്കവിടെ ശില്പമാക്കാനുള്ളവരാണോ? അവരെ നശിപ്പിക്കാനുള്ളവരാണോ? അതുകൊണ്ട് ദക്ഷൻ അറിയാതെ ഇരിക്കയല്ല
അവയൊക്കെയും നിരൂപിച്ച് ഉപേക്ഷിച്ചു. നാം ഇതെല്ലാം ദക്ഷൻ അറിയാം, നിന്റെ പിതാവിന് അറിയാം. ദക്ഷൻ അറിയാതിരിക്കല്ല, അങ്ങ് അവയൊക്കെ നിരൂപിച്ച് ഉപേക്ഷിച്ച് നമ്മളെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മളെ ഉപേക്ഷിച്ചത്, നമ്മളെ വിളിക്കാഞ്ഞത് ഈ യാഗത്തിന്. മുൽപ്പാടവന്നു വാത്സല്യം അങ്ങ് ഏറിയോരൽപേതരാത്മജ, നീ അത് നിർണയം. ദേവിയെടുത്ത് സ്നേഹമില്ലായിട്ടല്ല, വളരെ സ്നേഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്നോട് ഒരുമിക്കയാൽ ആ പ്രേമം അങ്ങനെയും കുറഞ്ഞു. തുലോ ഭഗവാനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വളരെ വളരെ സ്നേഹമുണ്ടായിരുന്നു, അതിപ്പോൾ അത് കുറഞ്ഞു. ആ പ്രേമമാകുന്ന വാത്സല്യം, മകളോടുള്ള വാത്സല്യം പോയി. എന്താ കാരണം? പരമേശ്വരനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്, ഭർത്താവായ ശിവനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ വാത്സല്യം അറ്റുപോയി, കുറഞ്ഞു. മുക്തേ മുഹുരിവയൊക്കെ നിരൂപിച്ച് നിൽക്കണം, അങ്ങ് പോയാൽ ഗുണമായി വരാ. അവിടെ ഇത് മനസ്സിലാക്കൂ, നിരൂപിക്കൂ. അങ്ങനെ പോയാൽ എന്ത് ഗുണം വരത്തില്ല. ഭഗവാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഇത് നമുക്ക് പഠിക്കാൻ ഇടുന്നതാണ്. അവിടെ ഭഗവാനോ ദേവിക്കോ ഇതൊന്നും അരുതാഞ്ഞിട്ടല്ല, ഇതൊക്കെ ഇതൊക്കെ പാഠം, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഭാഗവതം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ജനങ്ങളുടെ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ എന്താ വേണമെന്നാ ഇതിൻ്റെ അർത്ഥം? നമുക്ക് ഒരു ഭർത്താവ് നല്ലവനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കേൾക്കണം ഒരു ഭാര്യ. എന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്തെ ഭർത്താക്കന്മാരുടെ കാര്യമല്ല പറയുന്നത്. ഇതിൽ 100-ന് 1-ഉം 2-ഉം 10-ഒക്കെ നല്ല ഭർത്താക്കന്മാരുണ്ട്, അവർ പറഞ്ഞ കേൾക്കണം ഒരു ഭാര്യ. അതാണ് അത് നമുക്ക് പഠിക്കാനായത്. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞ കേട്ടിരുന്നെങ്കിൽ സതീദേവിക്ക് അഗ്നിയിലൊക്കെ ചാടേണ്ടി വരുമോ, വിഷമിക്കേണ്ടി വരുമോ? അപ്പം എന്താ, എടുത്തു ചാടി പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണിത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭഗവാനെ കൊണ്ടൊന്നും അസാധ്യമല്ല. പാർവ്വതീദേവി പരാശക്തിയാണ്. ഒരു കാരണം അപ്പം നമുക്ക് വേണ്ടി ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊക്കൂടാ, അവിടെ നമ്മളെ ഗുണം വരത്തില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. തപ്പില്ല അതിനു നീതാൻ തന്നെ ചെൽകിലും മൽപ്രിയ എന്ന അനാദ്രതയായേ വരൂ. അതായത് ഒറ്റയ്ക്ക് തന്നെ, സതിദേവി ഒറ്റയ്ക്ക് തന്നെ ചെന്നാലും എൻ്റെ മൽപ്രിയ, എൻ്റെ പ്രിയ ആയതുകൊണ്ട് അനാദ്രതയായേ വരത്തുള്ളൂ. അവിടെ ഒറ്റപ്പെടും, അവർ കോപിക്കും. അപ്പോൾ അതും ദുഃഖ കാരണമായി വരും. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് കേട്ട് അടങ്ങുക. ഇനി ഞാൻ പറയുന്നത് കേട്ടിങ്ങ് അടങ്ങൂ. കാരണം പോകണ്ട, കാരണം അവിടെ ചെന്നാൽ വളരെ ദുഃഖമുണ്ടായി വരും. എന്തുകൊണ്ടെന്നാൽ പരമശിവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് ചെന്നാൽ പോലും അവർ സ്വീകരിക്കത്തില്ല. തേഞ്ചോരും ആനന്ദവാണി ഗുണാലയേ, മാതാവിനെയും മഹാജ്യേഷ്ഠമാരെയും ഭ്രാതയെ കാണുന്നതിന് ആശയുണ്ടെങ്കിലോ. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ അമ്മയും സഹോദരങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ യാഗം കഴിഞ്ഞു പിരിഞ്ഞു മുന്നമേ വേഗേന ചെന്നു കാണാം. കഥാചിൽ പ്രിയ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ യാഗം കഴിഞ്ഞ് അവരെല്ലാവരും തിരിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ യാഗം കഴിയുമ്പോൾ പോയി കാണാം. ഏവം അരുൾ ചെയ്തുടൻ സമാധിസ്ഥനായി ദേവദേവേശൻ ഉറച്ച് ഇരുന്നിടിനാൻ. ഇതെല്ലാം പറഞ്ഞിട്ട് വേണ്ടത ഗുണഗണങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ സമാധിയിലിരുന്നു. ദേവിയും പോകയിലാശ മുഴുത്തു നിൽക്കാതവല്ല ഞുഴറി പുറപ്പെട്ടു താൻ. സഹിക്കവയ്യ, പോയേ പറ്റൂ. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ഉഴറി പോകാനൊരുങ്ങി. അപ്പോൾ താനേ നടന്ന അത് കണ്ടു ഭൂതങ്ങളും മാനസ സംഭ്രമം പൂണ്ടുടറി ദ്രുതം കൂടെ പുറപ്പെട്ടു ചെന്ന് കൂടിയിടുന്നവർ വൃഷഭേ ഇന്ദ്രോ ഉപരിമുത ഭീതി ഒഴിച്ചു വച്ചാശു വളർന്ന സംപ്രീതിയോടെ ബഹുമേള സമന്വിതം. അങ്ങനെ ഭഗവാന്റെ ഭൂതഗണങ്ങൾ കൂടെ പോയി. ദേവി ഒറ്റയ്ക്ക് പോയപ്പോൾ അവർ കൂടെ ചെന്നിട്ട് അവരെ കൂടെ ബഹുമേള സമന്വിതമായിട്ട് തന്നെ ചെന്നങ്ങു ദക്ഷ പ്രജാപതി തന്നെ സന്നിധിയെങ്കിൽ അടുത്തൊരു ദേവിയെ കണ്ടു ബഹുമാനം ഉൾക്കൊണ്ട അവരവർ. അവിടെ നിൽക്കുന്ന മറ്റ് ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. അവരെല്ലാം ദേവിയെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് ദേവിയെ കണ്ട് ആദരിക്കുകയൊക്കെ ചെയ്തു. ഇത് പിതാവിൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാർക്കല്ലേ ഇത് യാഗം നടത്തുന്ന ആൾക്കാർ അവിടെ ഇത് ചെയ്യുന്ന എന്താ പറയുന്ന ഈ യാഗം നടത്തുന്ന ബ്രാഹ്മണരെ പോലെ അവർക്കൊക്കെ ആണല്ലോ ദേഷ്യം. ഭഗവാന്റെ ശത്രുക്കളല്ലേ അവരൊക്കെ. ഇപ്പോൾ ഒരു ശാപമൊക്കെ അങ്ങോട്ടും ശാപവും ശപിച്ചിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ദേവി ചെന്നപ്പോൾ എന്തൊരു അവിടെ നിൽക്കുന്നവർക്കൊക്കെ ബഹുമാനം ഉൾക്കൊണ്ട് അവരവർ കൊണ്ടാടി മാനിച്ചു വാഴ്ത്തി നിൽക്കും വിധം അവിടെ നിൽക്കുന്ന അന്യ സഹോദരങ്ങളോ
അവിടെ അടുത്തുള്ളവരോ എല്ലാവരും സന്തോഷമായിട്ട് ദേവി വരുന്നല്ലോ എന്ന് നമ്മളാരും പറഞ്ഞില്ല. പക്ഷെ അച്ഛനോ മറ്റ് അവിടെ പ്രയത്നം ചെയ്യുന്ന പൂജാരികൾക്കൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരായ ജനങ്ങളോ ബന്ധുക്കളൊക്കെ സഹോദരങ്ങളൊക്കെ അയ്യോ സതിദേവി വന്നല്ലോ എന്ന് പറയും. അങ്ങനെ നന്നായി ബഹുമാനിച്ചു. പക്ഷെ അങ്ങനെ നിന്ന സമയത്ത് എന്ത് വന്നു? കണ്ടാലുടൻ അങ്ങ് ദക്ഷൻ്റെ അനുചാരികൾ വെച്ചാൽ ഈ കർമ്മങ്ങൾ നടത്താതിരിക്കുന്ന മറ്റ് പ്രധാനികളായിട്ടുള്ള ദക്ഷനെ പോലുള്ളവർ. അപ്പം അവരെന്ത് ചെയ്തു? പണ്ടവർക്കുള്ളിൽ മഹേശന് ചേർന്നിടം വൈരം നിമിത്തമായപ്പോൾ മഹേശ്വരി ഗൗരിയിലും വളർന്നുള്ള വൈരത്തിനാൽ ഭാഷണം കേസിൽ തുടങ്ങിനാർ. ഈശ്വര ദൂഷണാദ്യങ്ങൾ തൊട്ടോരോ വിധങ്ങളാൽ യോഷിൽ പ്രവരയും തൻ മനോനായകദേശികൾ തമ്മുടെ വൈരാനുബന്ധങ്ങൾ ചേരാത്തതോരോന്ന് അനേക വിധം കേട്ട് ഓരോന്ന് കണ്ടു ആഹന്ത പോയി ചെന്നുടൻ നിജ ജനക നികട ഉപഗമ്യ നിന്നിടിനാൾ നീരത ശ്യാമള കോമള രൂപിണി. അങ്ങനെ അനുചാരികൾ വെച്ചാൽ ഇതൊക്കെ ഈ യാഗത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുചാരികൾ. അവർ എന്താ പറയുക, ഇപ്പം ശുക്രാചാര്യരെ അന്ന് ദേഷ്യം വന്നില്ലേ, അപ്പോൾ അവരൊക്കെ ഇത് യാഗത്തിന് വേണ്ടുന്ന ഇതൊക്കെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അനുചാരികളും ദക്ഷനും എന്ത് ചെയ്തു? കണ്ട് പിന്നെ ആ ഭഗവാൻ പരമേശ്വരനുള്ള ആ ദേഷ്യം കൊണ്ട് ഗൗരിയോട് സതിയോട് ആ വൈരം കാണിച്ച് ഭാഷണം എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ടാത്തതൊക്കെ പറയുവാണ്. ദക്ഷൻ കേൾക്കുന്നുണ്ട്. ഈ അനുചാരികൾ ദേവിയെ എന്തൊക്കെ പറയാം അതൊക്കെ ഭാഷണം കേച്ചിൽ തുടങ്ങിനാർ. ഈശ്വര ദൂഷണാദ്യങ്ങൾ. കാരണം പരമശിവനെ പറ്റി അങ്ങ് നാണം കെടുത്തുക. ഇത് കേട്ടാൽ ഒരു ഭാര്യയും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ അവർ ദേവിയെ പറയണമെന്നില്ലല്ലോ, പരമശിവനെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഭാഷണം കേച്ചിൽ തുടങ്ങിനാർ ഈശ്വര ദൂഷണാദ്യങ്ങൾ തൊട്ട് ഓരോ വിധങ്ങളാൽ യോഷിൽ പ്രവരയും. അങ്ങനെ പറഞ്ഞപ്പോൾ ദേവി എന്താണ് സ്ത്രീകളിൽ വെച്ച് ശ്രേഷ്ഠയല്ലേ, പാർവതിയല്ലേ. പരമശിവനെ വേണ്ടാത്തതൊക്കെ അവർ അവിടെ നിന്നോട്ട് പറയുന്നു. ദക്ഷൻ മിണ്ടുന്നില്ല. ദക്ഷൻ്റെ അനുചാരികൾ ഇങ്ങനെ വാതോരാതെ പരമശിവനെ നാറ്റുക. ദേവി കേൾക്കണം, അത് പരമേശ്വരൻ അറിയണം, അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന്. അപ്പോൾ യോഷിൽ പ്രവര, അതായത് ഈ പാർവതി ദേവി ശ്രേഷ്ഠയാണ് സ്ത്രീകളിൽ വെച്ച്. അവരുടെ തൻ മനോനായകദേശികൾ നമ്മുടെ വൈരാനുബന്ധങ്ങൾ ഭഗവാനെ പറ്റി ഇങ്ങനെ വൈരങ്ങൾ പറഞ്ഞപ്പോൾ ചേരാതെ ഓരോന്ന് അനേകവിധം ഒരുപാട് കേട്ടപ്പോൾ ഓരോന്ന് കണ്ടും ആഹന്ത പോയി ചെന്ന് എന്ത് ചെയ്തു? നിജ ജനക നികട ഉപഗമ്യ നിന്നിട. ഇതെല്ലാം കേട്ടിട്ട് പാവം പിതാവല്ലയോ, ആ പിതാവിൻ്റെ ആശ്രയമെങ്കിലും കിട്ടും എന്നും പറഞ്ഞ ദേവി എന്ത് ചെയ്തു? പിതാവിൻ്റെ അടുക്കലേക്ക് നിജ ജനകൻ, അതായത് അവരുടെ പിതാവായ ദക്ഷൻ്റെ അടുക്കലേക്ക്, ജനകൻ വെച്ചാൽ പിതാവ്, അടുക്കൽ ചേർന്ന് നിന്നു. സഹിക്കവയ്യാതെ പോയി അച്ഛൻ്റെ അടുക്കലേക്ക് നിൽക്കുക ചെയ്യുന്നത്. കാരണം അനുചാരികളെല്ലാം വേണ്ടാത്തതങ്ങ് പറയുക. ഭഗവാൻ പരമേശ്വരനെ ഇത് ഭാര്യ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ? അങ്ങനെ സഹിക്കവയ്യാതാണ്ട് പിതാവിൻ്റെ കോട് ചേർന്ന് നിന്നപ്പോൾ ശ്യാമള കോമള രൂപിണി അവിടെ പോയി നിന്നു പിതാവിൻ്റെ അടുക്കൽ. തതനുമിഴി മുനകളിൽ അണഞ്ഞിരിക്കുന്ന അവൻ തൽസുത തന്നെ ഞാൻ കണ്ടതില്ലെന്നിടും. അയാൾ എന്ത് ചെയ്ത്? ഈ സ്ത്രീയെ, ഈ ദേവിയെ, മകളവിടെ നിൽക്കുന്നുള്ള ചിന്ത ദക്ഷനില്ല. വൈരാഗ്യം, ശിവനോടുള്ള വൈരാഗ്യം മകളോട് കാണിക്കുന്നു. കണ്ട പാപം നടിച്ചില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ട? പരമശിവൻ പറഞ്ഞില്ലയോ അവിടെ വിഷമമുണ്ടാവും, പോകണ്ട, അവർ ആദരിക്കത്തില്ല, അനാദരിക്കത്തേ ഉള്ളൂ, അത്രമാത്രം വിഷമിക്കേണ്ടി വരും. അത് കേൾക്കാതെ പോയി. അതുകൊണ്ട് തതനു മിഴിമുനകളിൽ അണഞ്ഞിരിക്കുന്ന അവൻ തൽസുത തന്നെ ഞാൻ കണ്ടതില്ലെന്നിടും. കാണാത്ത മട്ടിനിരുന്നിട്ട് മതിഗതിയോട് അധികത വെറുപ്പ് കാട്ടി കറുത്തത്, അത്രമാത്രം ദേഷ്യം, മുഖമെല്ലാം കറുക്കാന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് മതിഗതിയോട് അധികത വെറുപ്പ് കാട്ടി കറുത്തത് സഹചരൗഘമാഹന്ത കണ്ട് ഏറ്റവും മേഘം പോലെയാണ് അവയുടെ മുഖം. അത്ര വെറുപ്പുണ്ടായി ദേവി അടുത്ത് നിന്നപ്പോൾ. കണ്ട് ഏറ്റവും ബഹുവിധ വിഭാഷണം പിന്നെയും ചെയ്വതും. അപ്പോൾ അത്രയും കൂടെ ആകുമ്പോൾ പിന്നെ പറയണോ? അനുചാരികൾ വീണ്ടും അങ്ങോട്ട് തുടങ്ങത്തില്ലയോ? വേണ്ടിയില്ലതെന്ന് ചൊല്ലിയില്ല പോലന്നവൻ. ഇത് ഇത്രയും വേണ്ടാത്ത പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നൊരു വാക്ക് പോലും ഈ അനുചാരന്മാർക്ക് ഈ പിതാവ് പറഞ്ഞില്ല. മുഖത്ത് ദേഷ്യം തന്നെയായിരുന്നു. അതേസമയം ആ മകളാണ് അടുത്ത് നിൽക്കുന്നത്, ഇനി നിങ്ങളെ നിർത്ത്, വേണ്ടാത്തത് പറയാതിരി എന്നൊരു പിതാവ് പറഞ്ഞില്ല. അപ്പോൾ ദേവിക്ക് എത്രമാത്രം സങ്കടമായിരിക്കും. അത് പറയിപ്പിച്ചത് അപ്പോഴാരാണ്? ഈ പിതാവാണെന്ന് ഊഹിച്ചൂടെ? അതുകൊണ്ട് ബഹുവിധ വിഭാഷണം പിന്നെയും ചെയ്വതും വേണ്ടിയില്ല, ഇത് പറയാതിരിക്കൂ നിങ്ങൾ, അനുചാരികളോടൊന്ന് വിലവ് ചെയ്തില്ല, ചൊല്ലിയില്ല പോൽ അന്നവൻ.
സമയമതു പൊഴുതിലുടൻ അഖില ജനനിക്കു താൻ സഖ്യമല്ലാതെ ശോകേന കോപാനലൻ ബദം ഉതിര അഴകിനോടെടുത്ത് പൊങ്ങും വണ്ണം വേഗാൽ അഖില മാതാവിൻ മുഖാംബുജം. അഖിലത്തിൻ്റെ മാതാവാണ് പരാശക്തിയായിരിക്കുന്ന അതിൻ്റെ ഈ അമ്മ ദേവി മഹാമായ പരാശക്തിയാണ് ഈ എന്തു പറയാ പാർവദേവി. എന്നിട്ട് ഇതെല്ലാം കൂടെ അച്ഛൻ്റെ വെറുപ്പും ആ ദേഷ്യവും അതിനെപ്പറ്റി വിലവ് ചെയ്തില്ല, മറ്റുള്ളവർ ദൂഷണം പറഞ്ഞിട്ട് ഒരു വാക്ക് ഉച്ചരിച്ചില്ല, മകൾ അടുത്ത് നിന്നുള്ള ചിന്തയില്ല, നോക്കിയില്ല. എത്രത്തോളം നാണം കെടുത്താ അത്രത്തോളം നാണം കെടുത്തുക ചെയ്ത പിതാവ്. അതുകൊണ്ട് ദേവിക്ക് എന്ത് വന്നു? ബദ ഉതിര അഴകിനോട് എടുത്ത് പൊങ്ങമണ എടുത്തങ്ങ് കവിട്ടുമാണ് മുഖത്തൂടെ ഈ ദേഷ്യം. വേഗാൽ അഖില മാതാവിൻ മുഖാംബുജം. ദേവിയുടെ അഖിലത്തിന് മാതാവായിരിക്കുന്ന ദേവിയുടെ മുഖത്ത് നിന്ന് എന്ത് വരുന്നു? മറയും ആളവാണി മിഴികളായ കോണദ്വയ രണ്ട് കണ്ണിൽ നിന്നും മാരി തൂക്കി തളർന്നിടുന്ന കണ്ണിൽ കൂടെ ഇങ്ങനെ ചൊരിയും എടുത്തും കവിട്ടുവാണ്. സങ്കടവും ദേഷ്യവും എല്ലാവരും വരുമ്പോഴൊരു അവസ്ഥ. പിതാവല്ലേ, പിതാവിന് ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ അടുക്ക പോയി നിന്നത്. ഇവരിങ്ങനെ പരമേശ്വരനെ ദുഷിച്ചത് കേട്ട് കേട്ട് സഹിക്കവയാണ്ട് പിതാവിനടക്കം പോയി നിന്നിട്ട് എന്താ ചെയ്തത്? പിതാവ് കണ്ട പാവം എടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? സങ്കടവും എല്ലാം കൂടെ ഒന്നിച്ച് വരുക. അപ്പോൾ വേഗാൽ അഖില മാതാവിൻ അംബുജം, താമര പോലിരിക്കുന്ന ദേവിയുടെ മുഖത്ത് നിന്ന് മറയും ആളവാണി മിഴികൾ, ആ മുഖം മറച്ചു പിടിക്കണക്ക് മിഴി കൂടെ കണ്ണുനീര് രണ്ട് കണ്ണിൽ കോണദ്വയ രണ്ട് കണ്ണിൽ കൂടെയും മാരി മഴ പെയ്യുന്നത് പോലെ തൂകി തളർന്നിടും. ദശാന്തരി അങ്ങ് തളരുന്നു. അതാണ് നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി എൻ്റെ ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരി. ഇത് ഓർത്തിരിക്കാമെങ്കിൽ അടുത്ത പ്രാവശ്യം കയറ്റി വായിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഒത്തിരി നീട്ടി വായിക്കാം. എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അല്പം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് കരുതതാ. ഇഷ്ടമുള്ള മക്കൾക്ക് ഒരാളായാലും ഇത് വേണമല്ലോ, അതുകൊണ്ട് ചെയ്തതാ. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.